കേണൽ ഡിന്നി ആക്രമണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി 26 ഇന്ത്യൻ ജീവനുകൾ പൊലിഞ്ഞതാണ്. പക്ഷെ അതിന് കാരണക്കാരായ ഡയറക്റ്റ് ആക്ഷനിൽ പങ്കെടുത്തിട്ടുള്ള ഭീകരവാദികൾ ഇനിയും കാണാമറയത്താണ്. അവർ ജമ്മു കാശ്മീരിൽ തന്നെ കത്വ മുതൽ സൗത്ത് കാശ്മീർ വരെ നീണ്ടുകിടക്കുന്ന നിബിഡ വനങ്ങളിൽ ഉണ്ട്. അവിടുത്തെ ടെറൈൻ്റെ പ്രത്യേകത കൊണ്ട് അവർക്ക് അനായാസം ഒളിച്ചിരിക്കാം, ശ്രമകരമായ ദൗത്യമാണ് എന്നൊക്കെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. എങ്കിലും ഒരു രാജ്യം കാത്തിരിക്കുന്നുണ്ട്. ഇത്രയും ഹീനമായ, ഇത്രയും ഭീകരമായ കുറ്റകൃത്യം ഈ രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് നേരെ ഏൽപ്പിച്ച അതിൻ്റെ കുറ്റവാളികളെ അതിന് തക്കതായ മറുപടി നൽകി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാത്തിടത്തോളം അതൊരു രാജ്യത്തിൻ്റെ മുറിവായി തന്നെ അവശേഷിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് ഈ ആക്ഷനിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ കിട്ടുന്നില്ല എന്ന ചോദ്യത്തിനല്ലേ ആദ്യം ഉത്തരം വേണ്ടത്? ശ്രീ അഭിലാഷ്, എന്തുകൊണ്ട് ഇതുവരെ കിട്ടിയില്ല എന്നുള്ളതിൻ്റെ വളരെ സ്വാഭാവികമായിട്ട് സാധാരണക്കാരെല്ലാവർക്കും ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ അവിടെ ഒരു 7-8 വർഷം സർവീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള സമയത്ത് ചിലപ്പം അത് അങ്ങനെ നടക്കണമെന്നില്ല. ചില സമയത്ത് നമ്മൾ ഓപ്പറേഷൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ചില സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തില്ല. അത് പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് ലക്ക് ഒരു വലിയൊരു ഫാക്ടറാണ്. അതല്ലാതെ തന്നെ പല ഫാക്ടേഴ്സ് ഉണ്ട്. നോക്കൂ, ഇവിടെ ഈ ഭീകരർ പാകിസ്ഥാന്റെ സ്പെഷ്യൽ ഫോഴ്സസിൽ ട്രെയിനിങ് കിട്ടിയുള്ള ഒരു കമാൻഡോ ആണ് ഇതിനകത്ത് ഹാഷിം മൂസ എന്നുള്ള ഇപ്പം വരെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻപുട്സ് അനുസരിച്ച്. ഈ മൂസയാണ് ഇതിന്റെ ടീം ലീഡറും. അവരെ കൂടെയുള്ള മറ്റ് 3 പേരും, ടോട്ടൽ 5 പേരാണെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്നത്. അതിനകത്ത് 3 പേരെങ്കിലും അറ്റ്ലീസ്റ്റ് പാകിസ്ഥാനിലുള്ള പാകിസ്ഥാനികളായിട്ടുള്ള സൈനികവും മറ്റു രീതിയിലുള്ള ബന്ധമുള്ള ആളുകളാണ്. സോ ഇത് വെറും ഒരു ഒരു ജസ്റ്റ് അനദർ ടെററിസ്റ്റ് അല്ല. ഇവരെല്ലാം ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇൻപുട്സ് അനുസരിച്ച് ഇവർ കുറെ നാളുകളായിട്ട് ഇവിടെ ഈ ഏരിയയിൽ ഉണ്ട്. അപ്പം വലിയ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇറ്റ് ഇസ് ഡെൻസ് ഫോറസ്റ്റ് ആണ്. പലപ്പോഴും നമ്മൾ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ പല സ്ഥലത്ത് പോലും, ചില സ്ഥലത്തൊക്കെ ഈവൻ ഡേ ലൈറ്റ് പോലും പലപ്പോഴും വരാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത്രയും ഒരു വലിയൊരു ഏരിയയിൽ നമ്മളൊരു ഒരു സൂചിയെ തേടുന്ന കണക്കാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ചെയ്യുക. പക്ഷെ എങ്ങനെയാണ് പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഹ്യൂമൻസ് ആണ്. ഈ ടെററിസ്റ്റും ഹ്യൂമൻസ് ആണ്. അപ്പൊ അവർക്ക് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്, അവർക്ക് ഫുഡിന്റെ ആവശ്യമുണ്ട്, അവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്താണ് നമുക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇന്റലിജൻസ് കിട്ടുന്നതും നമ്മൾ അവരെ സ്ട്രൈക്ക് ചെയ്യുന്നതും. ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ ഇതുവരെ അവർ ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒന്നും നമുക്ക് ഇതുവരെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർ ഉപയോഗിക്കുന്നത് ചൈനീസിന്റെ ഏതോ ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അത് നമ്മളെ ഫ്രണ്ട്ലി നേഷൻസ് ആയിട്ടുള്ള അവർക്ക് പോലും കൊടുത്തിട്ട് അവർക്ക് ഇതുവരെ ഹാക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അവിടെ ഈ സിഗ്നൽസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇന്റലിജൻസ് നമുക്ക് ഇതുവരെ വേണ്ട രീതിയിൽ കിട്ടിയിട്ടില്ല. രണ്ടാമതായിട്ട് അവർക്ക് വേണ്ടി കുറച്ച് പേരെങ്കിലും അവിടെ ഉണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യാനും മറ്റു കാര്യങ്ങളും. അവരിൽ നിന്നുള്ള ഇന്റലിജൻസ് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. മൂന്നാമതായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ ഏരിയയെ കുറിച്ച് അറിവുണ്ടായതുകൊണ്ട് അവർ മൾട്ടിപ്പിൾ ഹൈഡ് ഔട്ട്സിൽ തങ്ങുമായിരിക്കും. അതായത് ഒരു സ്ഥലത്ത് മാത്രമല്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻപുട്സ് കിട്ടുന്നത്. അവരെ നമ്മൾ ക്ലോസിൻ ചെയ്യുകയാണ്, അവരെ നമ്മൾ കോർഡൺ ചെയ്തെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവരും ഓൺ ദ മൂവ് ആണ്. അവർ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുകയല്ല. അവർ ഒരു ദിവസം ഒരു സ്ഥലത്ത് 2-3 ദിവസം നിന്ന് അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോകും. അവർ ഈ നിൽക്കുന്ന കാടിൽ തുറന്ന പ്രദേശത്തല്ല, ഹൈഡ് ഔട്ട്സിലാണ്. ശ്രീ അഭിലാഷ്, പലപ്പോഴും നമ്മൾ തന്നെ ഓപ്പറേഷനിൽ പോകുമ്പോൾ ഈ ഹൈഡ് ഔട്ട്സിന്റെ പുറത്ത് നിന്നാൽ പോലും നമ്മൾ അതിന്റെ താഴെ ഹൈഡ് ഔട്ട് ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ക്യാമഫ്ലോജ് ചെയ്ത് അത്രയ്ക്ക് ആർക്കും കാണാൻ പറ്റാത്ത രീതിയിലേക്കാണ് അവർ ഹൈഡ് ഔട്ട് ഉണ്ടാക്കുന്നത്. അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാ കാര്യങ്ങളും അവർ വെള്ളമുണ്ട്, ഫുഡുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള കിടക്കാനൊക്കെ ഉള്ള സൗകര്യം ഉള്ള ഹൈഡ് ഔട്ട്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കശ്മീരിൽ ഇതുപോലെ ടെററിസ്റ്റിനെ ഹണ്ട് ചെയ്യുന്നത് ആദ്യമായിട്ടല്ല. ഇപ്പൊ എന്റെ ബറ്റാലിയൻ തന്നെ എന്റെ സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സിന് വേറെ കാഷ്വാലിറ്റി ഉണ്ടായ സമയത്ത് ഞങ്ങൾ പോകുന്നതിന് തൊട്ട് മുമ്പായിരുന്നു ഇത് നടന്നത്. അതായത് കൃത്യം 3 മാസം കഴിയുമ്പോൾ ഞങ്ങൾ പോകേണ്ടുള്ളതായിരുന്നു. 89ാം ദിവസമാണ് പിന്നെ ഞങ്ങൾക്ക് ആ ടെററിസ്റ്റിനെ ഞങ്ങൾക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റിയത്. അപ്പം അത്രയും ദിവസം അത് ആ ടെററിസ്റ്റിന് ലൈഫ് അത്ര കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരു ടെററിസ്റ്റും കശ്മീരിലെ ഒരു ടെററിസ്റ്റും ആരും റിട്ടയർഡ് ലൈഫ് ജീവിക്കാറില്ല. അവരെല്ലാവരും അവിടെ തീർക്കുകയാണ്. അവർ ചിലപ്പോൾ എക്സ്ഫിൽട്രേറ്റ് ചെയ്ത് പോകുന്ന അത് വേറെ കാര്യമാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും അവർ വരും. അവർ അവിടെ നിൽക്കത്തില്ല. ഇപ്പൊ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇത് അവരുടെ ഒരു രീതിയാണ്. അപ്പൊ ഈ ടെററിസ്റ്റ് ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. പീർ പഞ്ചാൽ ക്രോസ് ചെയ്തിട്ടില്ലാണ് ഇതുവരെ നമ്മൾ അറിയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ നമുക്ക് കിട്ടും. കാരണം അത്രമാത്രം ഫോഴ്സസ് ഇവരെ ബാക്കിലുണ്ട്. ആർമി ഉണ്ട്, CRPF ഉണ്ട്, JK പോലീസ് ഉണ്ട്. JK പോലീസൊക്കെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള പോലീസാണ്.
അവർക്ക് ഇന്റലിജൻസ് കിട്ടുന്ന രീതിയുണ്ട്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു, ഞാൻ വളരെ ഓപ്റ്റിമിസ്റ്റ് ആണ്. വരും ദിവസങ്ങളിൽ നമുക്ക് ഈ 4-5 പേരെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും എന്നാണ് എപ്പോഴും എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും.